തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന സ്ഥലം എംഎൽഎയുടെ പ്രസ്താവന പ്രതിഷേധത്തിന് മറയിടാനെന്ന് കോൺഗ്രസ്. പ്രസവ വിഭാഗത്തിൽ ഡോക്ടറെ നിയമിച്ചുവെന്നും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്നുമുള്ള എംഎൽഎയുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടന്നിരുന്ന തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഒരു പ്രസവം പോലും നടന്നിട്ടില്ല. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്ത കാരണം പറഞ്ഞാണ് പ്രസവ വിഭാഗം അടച്ചിട്ടത്. ഈ സാഹചര്യത്തിൽ സർക്കാർ അവഗണനയിലും ആശുപത്രിയിലെ മറ്റ് ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സത്യാഗ്രഹ സമരം നടത്തിയത്. സത്യാഗ്രഹത്തിന് തലേ ദിവസം രാത്രിയാണ് തളിപ്പറമ്പ് എംഎൽഎ പുതിയ ഡോക്ടറെ നിയമിച്ചതായും പ്രസവ വാർഡ് തുറക്കാൻ നടപടി സ്വീകരിച്ചതായുമുള്ള വിവരം ഉൾക്കൊള്ളിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയത്. സത്യാഗ്രഹ സമരം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പത്രക്കുറിപ്പ് ഇറക്കാൻ കാണിച്ച ജാഗ്രത ആശുപത്രിയിൽ ഡോക്ടറെ എത്തിക്കാൻ കാണിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇത്ര ദിവസമായിട്ടും ഡോക്ടർ ചാർജ് എടുക്കുകയോ പ്രസവ വാർഡ് തുറക്കുകയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയ പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററുകളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടും തുറക്കാൻ നടപടിയില്ല. ദിവസവും ലക്ഷങ്ങൾ സ്വകാര്യ ആശുപത്രികൾക്ക് നേടാൻ അവസരമൊരുക്കുന്നതോടൊപ്പം സാധാരണക്കാർക്ക് അത്ര തന്നെ ബാധ്യതയും അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് പ്രസവ വിഭാഗം തുറക്കാനും പുതിയ കെട്ടിടത്തിലെ പ്രസവ വിഭാഗം ഉടൻ പ്രവർത്തനക്ഷമമാക്കാനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിരാഹാരമുൾപ്പെടെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കളായ രാജീവൻ കപ്പച്ചേരി, നൌഷാദ് ബ്ലാത്തൂർ എന്നിവർ പറഞ്ഞു. പൊതുജനങ്ങളോട് ഈ ആശുപത്രി വിഷയത്തിൽ സർക്കാർ വെല്ലുവിളി ഉയർത്തുകയാണ്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ബർത്ത് രജിസ്റ്ററിൽ ജനന രജിസ്റ്ററിൽ നോക്കിയാൽ 16/12/2024 അവസാനമായി രജിസ്റ്റർ ചെയ്തത്. ഈ മാസം 16 തികയുമ്പോൾ 2 മാസമായി ഇവിടെ ഒരു കുട്ടിക്ക് പോലും ജന്മം നൽകാൻ കഴിയാത്ത ഒരു ആശുപത്രിയായി ഇത് മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ ജനവിരുദ്ധ സർക്കാരാണ്, അതുപോലെ സ്ത്രീവിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.